കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബഹുമാന്യ കർത്തദാസൻ, ശുശ്രൂഷിച്ച് കടന്നു പോകുന്ന കർത്താവിൻ്റെ ദാസൻ, മുമ്പിലായിരിക്കുന്ന കർത്തദാസന്മാർ, മാതാപിതാ, സഹോദരി സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തുള്ള സ്നേഹവന്ദനം പറയുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച ദൈവവചനം ഇവിടെ പറയാനിടയായി. നിങ്ങളുടെ ഹൃദയം ക്ഷീണിച്ച് മടുക്കരുത്, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിലെരിയുള്ളൂ. ഇതാണ് പറഞ്ഞത്. കർത്തദാസൻ അതിൻ്റെ കൺക്ലൂഷനിൽ പറഞ്ഞൊരു കാര്യം പറഞ്ഞു. മനുഷ്യൻ്റെ ശരീരം ക്ഷീണിക്കുമ്പോൾ ഞാൻ ടയർഡാണ്, ഒന്ന് കിടക്കട്ടെ, അത് കഴിയുമ്പോൾ അവർ ക്ഷീണം മാറും. പക്ഷേ ഹൃദയം ക്ഷീണിച്ചാൽ എന്ത് ചെയ്യും? അത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഞാനിപ്പോൾ അത് ഒത്തിരി കാര്യങ്ങൾ ചിന്തിച്ചു. ഹൃദയം ക്ഷീണിച്ചാൽ അവിടെ ബലപ്പെടുത്താൻ ഒരാൾക്കേ കഴിയുള്ളൂ, ദൈവത്തിന് മാത്രമേ കഴിയൂ. നമ്മുടെ ഹൃദയം ക്ഷീണിക്കും എന്ന് നമ്മൾ തിരുവചനമൊക്കെ വായിക്കുന്നുണ്ട്. ഹൃദയം ക്ഷീണിക്കുമ്പോൾ ദൂരത്തിരുന്ന് നമ്മൾ ദൈവസന്നിധിയിൽ കരഞ്ഞാൽ ദൈവം അതിന് മറുപടി തരും. ഞാനിപ്പോൾ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഹൃദയത്തെ ബലപ്പെടുത്തുന്ന ഒന്നേ ഉള്ളൂ. 1 കൊരിന്ത്യർ ലേഖനം 1:19 ഇങ്ങനെ വായിക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്നത്, ദൈവത്തിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന ദൈവമക്കൾ ദൈവശക്തിയാണ്. വചനമാണ് ദൈവമക്കളുടെ ഹൃദയത്തെ ശക്തിപ്പെടുത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ വചനം ഇന്ന് ദൈവസന്നിധിയിൽ ഹൃദയത്തിൽ കയറിയാൽ വചനം ദൈവമാണ്. നിശ്ചയമായിട്ടും അവൻ സർവശക്തനാണ്. ആ 1 കൊരിന്ത്യർ ലേഖനം അതിൻ്റെതായിരിക്കുന്ന വെക്കുന്നിരിക്കാം. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യവും എഴുതിയിട്ടുണ്ട്. ജാതികൾക്ക് ഭോഷത്വമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തു തന്നെ. അനുഭവമുള്ള ദൈവമക്കൾ ഇത് ഹൃദയത്തിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ക്ഷീണിച്ച ഹൃദയത്തെ ബലപ്പെടുത്താനിടയാകും. ഹൃദയത്തിന് ബലമുണ്ടെങ്കിൽ ഫുൾ ബോഡി ബലമായി കഴിയും. പ്രൈസ് ദി ലോർഡ്. ഇത് വിശ്വസിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ ഈ വചനം അകത്തേക്ക് കയറ്റണം. ഈ വചനം ക്രിസ്തു ആണെങ്കിൽ സദൃശവാക്യം 4:20 മുതൽ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, മകനെ, എൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക, എൻ്റെ മൊഴികൾക്ക് നീ ചെവി ചായ്ക്കുക. അവൻ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്. അവൻ നിന്റെ ഹൃദയത്തിൻ്റെ നടുവിൽ സൂക്ഷിച്ചു വെക്കുക. അവയെ സൂക്ഷിച്ചു വെക്കണം. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക്, അതുപോലെ തന്നെ പ്രൈസ് ദി ലോർഡ്, ദൈവികമായ വിളിയും തെരഞ്ഞെടുപ്പുമുള്ള ദൈവമക്കൾക്ക് സ്തോത്രം, ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടത് 2 കാര്യമാണ്. ഒന്ന് വചനവും ദൈവത്തിൻ്റെ വാക്കുമാണ്. പ്രൈസ് ദി ലോർഡ്. അത് ഹൃദയത്തിൻ്റെ നടുവിൽ സൂക്ഷിക്കണം. സമയം കിട്ടുമ്പോൾ അത് കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് മാറരുത്. ഹൃദയത്തിൽ ഇങ്ങനെ സൂക്ഷിച്ചാൽ എന്ത് കിട്ടും? പ്രൈസ് ദി ലോർഡ്. അവിടെ എഴുതിയിരിക്കുന്നത്, അത് അവർക്ക് ജീവനും സർവദേഹത്തിനും സൗഖ്യം. അപ്പം വചനമകത്ത് കയറിയാൽ ക്ഷീണം മാറുക മാത്രമല്ല, നിന്റെ ഉള്ളിലുള്ള സകല രോഗത്തിന്റെ ശക്തിയും സ്വർഗത്തിലേക്ക് മാറ്റിത്തരും. തന്നെയുമല്ല, ഞാൻ നിന്നെ വചനമായി അയച്ച് സൗഖ്യമാക്കും. നിന്റെ കുഴികളിൽ നിന്ന് വിട്ടുവീക്കും. കരകയറ്റുന്നത്, കുഴിയിൽ നിന്ന് കരകയറ്റുന്നത് ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ ജ്ഞാനമാകുന്ന, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവശക്തിയാകുന്ന ക്രിസ്തുവാണ്. ക്രിസ്തു ഇരിക്കാനുള്ള ഹൃദയമാണ് ദൈവത്തിൻ്റെ നമ്മുടെ ഹൃദയം. ഇന്ന് ആരെങ്കിലും ഹൃദയം ക്ഷീണിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഈ വചനം അകത്ത് വെച്ചാൽ മതി. ഞാൻ പലരോടും പറയും, ക്ഷീണിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ വയ്യ, ഹൃദയത്തിൽ ക്ഷീണം വന്നു കഴിഞ്ഞ പിന്നെ വയ്യ വയ്യ വയ്യ, പിന്നെ ശരത്തും കൂടെ ക്ഷീണം വന്നാൽ പിന്നെ പൊങ്ങത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം ഓർത്തു കൊള്ളണം, പ്രൈസ് ഗോഡ്,
ഈ വചന ഹൃദയത്തിൽ സൂക്ഷിച്ചാൽ ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. ഇന്ന് ചില ഹൃദയത്തിൻ്റെ ക്ഷീണങ്ങൾ ദൈവം മാറ്റാൻ പോകുകയാണ്. പല വിഷയങ്ങൾ ചൊല്ലി ക്ഷീണിച്ചിരിക്കുമ്പോൾ നിന്റെ ക്ഷീണ ഹൃദയത്തിനകത്തെ ക്ഷീണം മാറ്റുന്ന ദൈവജ്ഞാനമാകുന്ന ദൈവശക്തിയാകുന്ന ക്രിസ്തു വചനമായി അകത്ത് വരട്ടെ. ഞാൻ ചിലർക്ക് 2 ഗുളിക ഇങ്ങനെ കൊടുക്കും. ഒന്നാമത്തെ ഗുളിക ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട ഗുളിക. നീ ഭയപ്പെടരുത്, നീ ഭ്രമിച്ചു നോക്കണ്ട. ഞാനാണ് നിന്റെ ദൈവം, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ എൻ്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. അനീതിയുടെ കരം തകർക്കാൻ നോക്കുമ്പോൾ നീതിയുടെ കരമാണ് ദൈവത്തിന്റെ കരം, അത് നിന്നെ താങ്ങാനിടയാകും. ശക്തീകരിക്കുക മാത്രമല്ല, സഹായിക്കുക മാത്രമല്ല, നീ ഭയപ്പെടുകയും വേണ്ട, നീ ഭ്രമിക്കുകയും വേണ്ട. ആ വചനഭാഗത്തിരുന്നാ പോരെ. 2, ഞാൻ നിന്നെ ഒരു നാൾ കൈവിടില്ല, ഒരു നാൾ ഉപേക്ഷിക്കുകയില്ല, ഒരു നാൾ തള്ളിക്കളയില്ല, ഒരു നാളും ഞാൻ നിന്നെ മറക്കത്തില്ല. നീ എന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിന്നെ എൻ്റെ ഉള്ളകരത്തിൽ വരച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിന്നെ അനാഥനായും അനാഥയായും വിടുകയില്ല. ഞാൻ നിന്റെ അരികിൽ വരും. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ടെന്ന് പറഞ്ഞു കർത്താവ്. ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടെന്നേ, കൂടെയല്ല, അവൻ നമ്മുടെ അകത്താ. അവൻ നമ്മുടെ അകത്താ. അവൻ എങ്ങനായിരിക്കുന്നത്? മഹത്വത്തിന്റെ രാജാവായി, മഹത്വത്തിന്റെ പ്രത്യാശയായി അകത്ത് വന്നിരിക്കുമ്പോ നാം സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിച്ച ദൈവത്തെ മഹത്വത്താൽ നീ ഒരു യുദ്ധവീരനായി മാറാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. ഈ വചനം നമ്മുടെ ഹൃദയത്തെ ബലപ്പെടുത്തട്ടെ. എൻ്റെ സമയം തീർന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ശ്രദ്ധിക്കണമേ. യെശയ്യാ പ്രവാചകൻ ക്രിസ്തു ജനിക്കുന്നതിന് ഏതാണ്ട് 700-750 വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ച ഒരു പ്രവചനങ്ങളുണ്ട്. യേശുവിനെ കുറിച്ച് വ്യക്തമായ തിരുവെഴുത്തിൽ പ്രവചനവാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. യെശയ്യാ 40-ാം അധ്യായം ദൈവമക്കൾ പഠിക്കണം. അവിടെ ഇങ്ങനെ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ 40-ന്റെ 28-29 വാക്യങ്ങൾ. നീ കേട്ടിട്ടില്ലയോ? യഹോവ നിത്യദൈവം. കണ്ടോ? ഭൂമിയുടെ ആർദ്ദിയെ സൃഷ്ടിച്ചവനായ കർത്താവ് ഒരിക്കലും ക്ഷീണിക്കുന്ന ദൈവമല്ല. ആ ദൈവത്തെ യെരമ്യാവ് ഇങ്ങനെ പറയുന്നു, 32:17 ഇങ്ങനെ വായിക്കുന്നു. അയ്യോ യഹോവയായ കർത്താവേ, അങ്ങയുടെ മഹാശക്തി കൊണ്ടും ഭുജവീര്യം കൊണ്ടും ഹല്ലേലൂയ ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയവനെ. അങ്ങൾക്കറിയാത്ത വല്ല കാര്യമുണ്ടോ? ആ ദൈവത്തിന്റെ മക്കളുടെ ഇരിപ്പ് കാണുമ്പോ രാജു പറയും, ഞാൻ ഇവന്റെ ഹൃദയം ക്ഷീണിപ്പിച്ചിരിക്കുക. ക്ഷീണിക്കുമ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. പിശാച് തോളെ കയറും, തല തവരയാക്കും. കോൺസെൻട്രേഷൻ ഉണ്ട്. സ്തോത്രം. ഇത് ഉണർത്തുന്നവനും ഉയർത്തെഴുന്നേറ്റവനും നിൽക്കുന്ന ഇടമായത്. പുനരുത്ഥാന ശക്തിയോട് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇന്ന് ഇതിൻ്റെ നടുവിലുണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ടോ? പ്രൈസ് ദി ലോർഡ്. വിശ്വസിച്ചാൽ ആ കണ്ണ് നമുക്ക് തുറക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ആ കർത്താവിനോട് നിൽപ്പുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ വിശ്വസിക്കും. നിങ്ങളൊരു പ്രസംഗമായിട്ട് കേൾക്കാതെ നിങ്ങളത് ഹൃദയത്തിൽ അങ്ങ് ഏറ്റെടുത്താൽ, ഇന്നലെ കഴിഞ്ഞ പകൽക്കാലം പറഞ്ഞ പോലെ ഞങ്ങൾ പ്രസംഗിച്ച വചനം നിങ്ങൾ കേട്ടു. അത് മനുഷ്യന്റെ വാക്കായിട്ടല്ല, അത് സാക്ഷാലാകുന്നത് പോലെ ദൈവത്തിന്റെ വാക്കുകളായി തന്നെ, വചനമായി തന്നെ നിങ്ങൾ കൈക്കൊണ്ടതാൽ ഞങ്ങൾ യഹോവയെ സ്തുതിക്കുന്നു. ഇത് വിശ്വസിക്കുന്നവർ എന്ത് ചെയ്യുന്നു? വ്യാപരിക്കും. 1 തെസ്സലോനി 2:13 വാക്യമാണ് വായിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഈ വചനമകത്തിരുന്നാൽ ഒരു ക്ഷീണമില്ല. നിങ്ങൾ ഇവിടെ ചർച്ചിലുള്ളതിൽ വികലാംഗൻ ഞാനേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ദൈവം ഇത്രത്തോളം
ഒരാളുണ്ട്, അത് വൈകല്യതയുള്ളൂ. ഇത് മുറിച്ച് കളഞ്ഞതാ. പ്രൈസലോ. ആർട്ടിഫിഷ്യലാണ് നിൽക്കുന്നത്. പല്ല് ആർട്ടിഫിഷ്യൽ, കൈ ആർട്ടിഫിഷ്യൽ, കയഹല എല്ലാം ആർട്ടിഫിഷ്യലാണ്. പക്ഷേ ആർട്ടിഫിഷ്യൽ അല്ലാത്ത ഒരുത്തനകത്തിരിപ്പുണ്ട്. പുറത്തെ മനുഷ്യൻ ചെയ്യിച്ചാലും അകത്തെ മനുഷ്യൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. ദൈവമക്കളെ, ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയ അനുഗ്രഹിക്കുന്ന സിയോനിൽ ദൈവം ഇവിടെ വന്നിട്ടുണ്ടെന്ന്. ആ അനുഗ്രഹം ലഭിച്ച ദൈവമക്കൾ, ഭൗതിക അനുഗ്രഹമല്ല ദൈവമക്കളുടെ, സ്വർഗീയ ആത്മീയ അനുഗ്രഹം അകത്ത് വന്ന അനുഭവമുള്ളവരുടെ നാക്ക് ചലിച്ചുകൊണ്ടിരിക്കും. അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും. സ്വർഗീയ ചിന്തയിലേക്ക് കൊണ്ടുവരാനിടയാക്കും. നമ്മുടെ ദൈവം ഭൂമിയുടെ അറുതികളെ, അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത് അല്ലേ? ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നുമില്ല. അവൻ്റെ ബുദ്ധി അപ്രമേയമത്രേ. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകും. അങ്ങനല്ലേ എഴുതിയിരിക്കുന്നത്? ശക്തി നൽകുന്നു. ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. പക്ഷെ ഈ വചനമകത്തുനിന്ന് കയറിയാൽ, സർവശക്തൻ അകത്തുനിന്ന് കയറിയാൽ, അകത്തുനിന്ന് കയറിയാൽ, സകലത്തിനും മതിയാകുന്നവൻ അകത്ത് കയറിയാൽ, ചലിക്കാത്ത നിന്നെ ചലിപ്പിക്കാൻ പോകുക. കടത്തുകല്ല, മുന്നോട്ട് ചലിപ്പിക്കുന്ന സ്വർഗത്തിൽ ദൈവം ഇവിടെ വന്നിട്ടുണ്ട്. ഇന്ന് പകൽ ഏറ്റെടുക്കുന്നവരുണ്ടോ? വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. വിശ്വസിക്കുന്ന വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം എന്താണ് ചോദിച്ചാൽ, യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ശക്തിയാണെങ്കിൽ ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവരിൽ ആ ശക്തി വ്യാപരിക്കും. അയ്യോ, മരിച്ചു പോകുമോ എന്ന് ചിന്തിക്കുന്നവൻ്റെ ഉള്ളിൽ ജീവന്റെ പവർ ഇന്നിവിടെ വ്യാപരിക്കും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നവരാരും ഹൃദയം ക്ഷീണിക്കണ്ട. പ്രൈസലോ. മാത്രം ഇങ്ങനെ പറഞ്ഞാൽ മതിയല്ല. ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് ഒത്തിരി ക്ഷീണിപ്പിക്കുന്ന വിഷയമുണ്ട്. പ്രൈസലോ. അതിൻ്റെ നടുവിൽ ക്ഷീണം മാറ്റുന്ന വാക്കാണ് ദൈവത്തിൻ്റെ വചനം. ആ ശക്തി ഹൃദയത്തിൽ വരട്ടെ. ചില ക്ഷീണങ്ങൾ മാറട്ടെ. നടക്കാത്ത സ്ഥാനത്ത് ചില നടത്തിപ്പുകൾ വരട്ടെ. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. കർത്താവ് ഈ ചെറിയ ആലോചനയാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ.